ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലെ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ് ടൈംസ് നൗ. അതിലെടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെത് തന്നെയാണ്. അതായത് നേരത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ UDF-ന് വലിയ മുൻതൂക്കം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ടൈംസ് നൗ മുന്നോട്ട് വെക്കുന്നുള്ളതെങ്കിൽ പോലും ശബരിമല വിഷയം ഏറ്റവും നല്ല പിന്തുണ ലഭിക്കുന്നത്, ആ വിഷയത്തിൽ ഏറ്റവും നല്ല പിന്തുണ ലഭിക്കുക കോൺഗ്രസിനായിരിക്കും അല്ലെങ്കിൽ UDF-നായിരിക്കും എന്നുള്ളതാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. അതായത് BJP-ക്ക് പോലും അത്രത്തോളം വലിയ ഒരു പിന്തുണ ലഭിക്കുകയില്ല എന്നുള്ളതാണ് സർവേയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത്. എന്നാൽ പോലും BJP-ക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു സർവേ തന്നെയാണ് ടൈംസ് നൗ പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ LDF-ന്റെ അവസ്ഥ അതീവ പരിതാപകരം എന്ന് വേണം പറയാൻ. അതായത് കണക്കുകൾ എടുത്തു നോക്കിയാൽ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2014 41.98% UDF-ന് വോട്ട് ഷെയറിംഗ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് കൂടുന്ന ഒരു സാഹചര്യം ടൈംസ് നൗ സർവേ കാണിക്കുന്നുണ്ട്. അതായത് ഇത് 45% കടന്നു വരും എന്നുള്ളതാണ് ടൈംസ് നൗ ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. അതായത് UDF-ന് വലിയ ഒരു മുൻതൂക്കം ഇപ്രാവശ്യം ഉണ്ടാകും. അതിലെടുത്തു പറയേണ്ടത് ശബരിമല വിഷയം തന്നെയാണ്. അതായത് ശബരിമല വിഷയം എന്തുകൊണ്ടും പിന്തുണക്കുക അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കുക കോൺഗ്രസിനായിരിക്കും, UDF-നായിരിക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നുള്ളത്. എന്നാൽ LDF-ന്റെ അവസ്ഥ നമ്മൾ നോക്കിയാൽ അതീവ പരിതാപകരമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അതായത് 40.12% വോട്ട് ഷെയറിംഗ് ഉണ്ടായിരുന്ന 2014 വോട്ട് ഷെയറിംഗ് ഉണ്ടായിരുന്ന LDF-ന് 29.20 കടന്നു വരുന്ന അല്ലെങ്കിൽ താഴോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ടൈംസ് നൗ സർവേ കാണുന്നുള്ളത്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് സർവേ ഫലം പുറത്തു വന്നിട്ടുള്ളത്. അത് LDF-ന് ഏറ്റവും വലിയ ഒരു തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ നേരിടും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നുള്ളത്. അതായത് ഇങ്ങനെയാണ് കണക്കുകളെങ്കിൽ LDF-ന്റെ അവസ്ഥ അതീവ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകും. അതോടൊപ്പം എടുത്തു പറയേണ്ടത് BJP-യുടേതാണ്. അതായത് BJP-ക്ക് 2014 10.57 ആയിരുന്നുവെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 21.70 കടന്നു പോകും എന്നുള്ളതാണ് ടൈംസ് നൗ സർവേ ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. അപ്പൊ ടൈംസ് നൗ സർവേ പുറത്തുവിട്ടിട്ടുള്ളത് സർവേ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന് വലിയ മുൻതൂക്കവും LDF-ന് വലിയ ഒരു തിരിച്ചടിയും BJP-ക്ക് വലിയ ഒരു ആശ്വാസവും ലഭിക്കും എന്നുള്ളതാണ്. അതായത് 16ഓളം സീറ്റുകൾ കേരളത്തിൽ UDF നേടുക തന്നെ ചെയ്യും. 3 സീറ്റുകളിലേക്ക് LDF ചുരുങ്ങിപ്പോകും. അതുപോലെ തന്നെ NDA 1 സീറ്റ് നേടും എന്നുള്ളതാണ് ടൈംസ് നൗ സർവേ പുറത്തുവിട്ട സർവേയിൽ നിന്നും വ്യക്തമാക്കുന്നുള്ളത്. എന്നാൽ ഈ 1 സീറ്റ് എവിടെ എന്നുള്ളത് ടൈംസ് നൗ പറയുന്നില്ല. ഏത് മണ്ഡലത്തിലാണെന്നുള്ളത് ടൈംസ് നൗ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്തുകൊണ്ടും ശബരിമല വിഷയത്തിൽ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങിയ BJP-ക്ക് ഈ സർവേ ഒരു ആശ്വാസമാണ് എന്നെങ്കിലും പറയാം. അതായത് നേരത്തെ റിപ്പബ്ലിക് പുറത്തുവിട്ട സർവേ ആണെങ്കിൽ പോലും BJP-ക്ക് വോട്ടിംഗ് ശതമാനം കൂടും, അല്ലെങ്കിൽ BJP-ക്ക് വോട്ടിന്റെ അളവിൽ വലിയൊരു കൂടുതൽ ഉണ്ടാകും എന്നുള്ളതല്ലാതെ മറ്റൊരു നേട്ടവും റിപ്പബ്ലിക് TV അടക്കം പുറത്തുവിട്ട സർവേകളിൽ കാണിച്ചിരുന്നില്ല. എന്നാൽ ടൈംസ് നൗ സർവേ പറയുന്നുണ്ട് കേരളത്തിൽ BJP ഒരു അക്കൗണ്ട് തുറക്കും, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കുമെന്ന് ടൈംസ് നൗ സർവേ പറയുന്നുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ സർവേ നിലവില് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് മുൻപ് എടുത്തത് കൊണ്ട് തന്നെ, അതായത് 17,000-ഓളം വരുന്ന ആളുകളായിരുന്നു സർവേയിൽ പങ്കെടുത്തിരുന്നത്. അതോടൊപ്പം വ്യക്തമാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപാണ് ഈ സർവേ എടുത്തത് കൊണ്ട് ചില മാറ്റങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതായത് സ്ഥാനാർത്ഥികളുടെ കടന്നുവരവ് ചില മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാം. ചിലപ്പോൾ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ചില മണ്ഡലങ്ങളിലേക്ക് കടന്നു വന്നാൽ തന്നെ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് ഈ സർവേ പൊളിച്ചെടുക്കാൻ കാരണമായേക്കാം. ചിലപ്പോൾ LDF വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ചിലപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചേക്കാം. പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി, അതായത് ജനുവരിയിലായിരുന്നു ഈ സർവേ ഫലങ്ങളൊക്കെ തയ്യാറാക്കി മുന്നോട്ട് വന്നത്. സർവേ തുടങ്ങിയതും ജനുവരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഈ സർവേക്ക് അപ്പുറത്ത് കേരളത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ പോലും ടൈംസ് നൗ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ UDF-ന് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.